ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ പല ആയത്തുകളിലായി മുനാഫിക്കീങ്ങളെ പറ്റിയും നിഷേധികളെ പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുത്തി കളയാത്ത, ഇസ്ലാമിനോട് കടുത്ത ശത്രുതയുള്ളതായ നിഷേധികളോടും മുനാഫിക്കീങ്ങളോടും നേരിടാനായി കൽപ്പിക്കുകയാണ്. യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുൽ അലൈഹിം വമഅവാഹും ജഹന്നം വബിഅ്സൽ മസീർ. പ്രവാചകരെ, സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും പോരാടുക, അവരുടെ മേൽ കടുപ്പം കാണിക്കുക. അവരുടെ താമസസ്ഥലം നരകമാണ്, അത് വളരെ മോശമായ മടക്കസ്ഥാനമാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷേധികളെയും മുനാഫിക്കീങ്ങളെയും നേരിടാനായി കൽപ്പിക്കുകയാണ്. നിഷേധികൾ എന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയ നിഷേധികൾ. നാം കഴിഞ്ഞ പല ആയത്തുകളിലും സൂറത്തു തൗബയുടെ തുടക്കം മുതൽ തന്നെ പോരാടാനായി അള്ളാഹു കൽപ്പിച്ച നിഷേധികളെ പറ്റി വിശദമായി വിശദീകരിച്ചതാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും ഒരു രീതിയിലും മുസ്ലിമീങ്ങളോട് സന്ധിയിൽ കഴിയാനും തയ്യാറല്ലാത്ത നിഷേധികൾ, അവർ ഇങ്ങോട്ട് നശിപ്പിക്കാനായി പുറപ്പെട്ടത് കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോടും അല്ലാഹു തആല അവരെ നേരിടാനായി കൽപ്പിച്ചു. അതുപോലെ മുനാഫിക്കീങ്ങൾ ഇസ്ലാമിൻ്റെ നാശം മാത്രം ലക്ഷ്യം വെക്കുന്നവരായിരുന്നു. ബാഹ്യമായി നാവുകൊണ്ട് നാം മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആന്തരികമായി നിഷേധത്തെ വെച്ചു പുലർത്തുകയും ഇസ്ലാമിൽ മുസ്ലിമീങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ, ഇസ്ലാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരായിരുന്നു മുനാഫിക്കീങ്ങൾ. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരെയും അവർ ഇങ്ങോട്ട് അക്രമം കാണിക്കുന്നത് കൊണ്ടും ഇങ്ങോട്ട് വഞ്ചന കാണിക്കുന്നത് കൊണ്ടും ഇങ്ങോട്ട് എല്ലാ രീതിയിലും അനീതി പുലർത്തുന്നത് കൊണ്ടും അങ്ങോട്ടും അവരെ നേരിടാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. എന്നാൽ നിഷേധികളെ അല്ലാഹു തആല പോരാട്ടത്തിലൂടെ നേരിടാൻ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും മുനാഫിക്കീങ്ങളെ നേരിടാനായി കൽപ്പിച്ചത് പോരാട്ടത്തിലൂടെയല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും അത് വ്യക്തമായ കാര്യമാണ്. മുനാഫിക്കീങ്ങളെ നാവുകൊണ്ടും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടുമായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അവർ ബാഹ്യമായി ഇസ്ലാമിനെ പ്രകടമാക്കി നടക്കുന്നവരാണ്. ആന്തരികമായി നിഷേധം വെച്ചു പുലർത്തുകയും രഹസ്യമായി കൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ നീങ്ങുകയും മുസ്ലിമീങ്ങൾക്കെതിരെ പല ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്യുന്നവരായിരുന്നു മുനാഫിക്കീങ്ങൾ. അതുകൊണ്ട് ബാഹ്യമായി അവരോട് നേരിടാൻ പറ്റുന്നതല്ല. കാരണം ബാഹ്യമായി അവർ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരും അവരുടെ എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ പിടിക്കപ്പെട്ടാൽ യാതൊരു മടിയും കൂടാതെ അള്ളാഹുവിൽ സത്യമിട്ടുകൊണ്ട് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് അവരെ നേരിടാനായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗമെന്നുള്ളത് വാക്കുകൊണ്ടായിരുന്നു. അഥവാ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാപഢ്യത്തെ വെളിവാക്കിക്കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിച്ചു കൊടുത്തുകൊണ്ടും അവരെ നേരിടുകയുണ്ടായി. ഇങ്ങനെ ഈ രണ്ട് കൂട്ടരോടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നേരിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ലക്ഷ്യമെന്നുള്ളത് മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന അക്രമം, അള്ളാഹുവിൻ്റെ ദീനിനെതിരെ വരുന്ന അക്രമം, അതിനെ തടയുക എന്നുള്ളതാണ്. അതിന് നിഷേധികളോട് സ്വീകരിക്കേണ്ട രീതി പോരാട്ടമാണെങ്കിൽ അതിനെ സ്വീകരിക്കാനായി അള്ളാഹു കൽപ്പിക്കുകയാണ്. മുനാഫിക്കീങ്ങളോട് സ്വീകരിക്കേണ്ട രീതി അവരുടെ രഹസ്യത്തെ പരസ്യപ്പെടുത്തിക്കൊണ്ടും അവരുടെ മോശമായ ഗുണങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടുമാണ് ചെയ്യേണ്ടതെങ്കിൽ ആ രീതിയിൽ ചെയ്യാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൽപ്പിക്കുകയാണ്. രണ്ടാമതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി അവരോട് കടുപ്പം കാണിക്കുക. ഇവിടെ അവരോട് കടുപ്പം കാണിക്കുക എന്നതിൻ്റെ ഉദ്ദേശം ഒരിക്കലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കടുപ്പം കാണിക്കുക എന്നുള്ളതല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാന്യമായിട്ടായിരുന്നു കൊടും ശത്രുക്കളോട് പോലും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും നല്ല സംസാരമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് പോലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മയമുള്ളവരും ഏറ്റവും കരുണയുള്ളവരും ഏറ്റവും മാന്യതയെ കാത്തു സൂക്ഷിക്കുന്നവരുമായിരുന്നു. കടുപ്പമുള്ള
മോശമായ ഒരു വാക്കുകളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അല്ലാഹു തആല അവരോട് കടുപ്പം കാണിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്ന വിഷയത്തിലും ദീനനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിലും ദീൻ്റെ നിയമങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയത്തിലും അവർക്ക് യാതൊരു ഇളവും നൽകാൻ പാടില്ല. അതിൽ കടുപ്പമായ നിലപാട് തന്നെയായിരിക്കണം അവരോട് സ്വീകരിക്കേണ്ടതെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അവസാനമായി അള്ളാഹു തആല പറയുകയാണ്, ഇങ്ങനെയുള്ള നിഷേധികൾ, മുനാഫിക്കീങ്ങൾ, അവരുടെ സങ്കേതം നരകത്തിൽ തന്നെയാണ്. അത് ഏറ്റവും മോശമായ കേന്ദ്രമാണ്. അവരെ അള്ളാഹു തആല നരകത്തിലിട്ട് ശിക്ഷിക്കുന്നതും അവർ വലിയ നിന്ദ്യന്മാരായി തീരുന്നതുമാണെന്ന് അള്ളാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു തആല മുനാഫിക്കീങ്ങളെ പറ്റി തന്നെയാണ് അറിയിക്കുന്നത്. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ وَلَقَدْ قَالُوا كَلِمَةَ الْكُفْرِ وَكَفَرُوا بَعْدَ إِسْلَامِهِمْ وَهَمُّوا بِمَا لَمْ يَنَالُوا وَمَا نَقَمُوا إِلَّا أَنْ أَغْنَاهُمُ اللَّهُ وَرَسُولُهُ مِنْ فَضْلِهِ فَإِنْ يَتُوبُوا يَكُ خَيْرًا لَهُمْ وَإِنْ يَتَوَلَّوْا يُعَذِّبْهُمُ اللَّهُ عَذَابًا أَلِيمًا في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. തെറ്റായ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവർ ആണയിടുന്നു. തീർച്ചയായും നിഷേധ വചനങ്ങൾ അവർ പറഞ്ഞു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ നിഷേധം കാട്ടി. ലഭിക്കാത്തത് കിട്ടണമെന്നും അവർ ആഗ്രഹിച്ചു. അള്ളാഹുവും റസൂലും അവൻ്റെ ഔദാര്യം കൊണ്ട് അവരെ സമ്പന്നരാക്കിയെന്നതിൻ്റെ പ്രതികരണമാണ് അവർ കാണിക്കുന്നത്. അവർ പശ്ചാത്തപിച്ചാൽ അവർക്ക് നല്ലതാണ്. അവർ പിന്തിരിഞ്ഞാൽ ഇഹത്തിലും പരത്തിലും വേദനാജനകമായ ശിക്ഷ അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. ഭൂമിയിൽ അവർക്ക് ഒരു പിന്തുണക്കാരനും സഹായിയും ഉണ്ടാകുന്നതല്ല. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളുടെ പല മോശമായ ദുർഗുണങ്ങളും അറിയിച്ചിരുകയാണ്. ഇതിൽ പലതിനെ പറ്റിയും കഴിഞ്ഞ പല ആയത്തുകളിലും നാം വിശദീകരിച്ചതാണ്. ഒന്നാമതായി അള്ളാഹു തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ പേരിൽ യാതൊരു മടിയും കൂടാതെ സത്യം ചെയ്യുന്നവരാണ് മുനാഫിക്കീങ്ങൾ എന്നുള്ളത്. അവർ പറയുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. എന്നിട്ടും യാതൊരു മടിയും കൂടാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സത്യം ചെയ്യുക എന്നുള്ളത് അവർക്ക് ഒരു മടിയുമില്ലാത്ത കാര്യമായിരുന്നു എന്ന് അള്ളാഹു അറിയിക്കുന്നു. ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം, ഇസ്ലാം മതത്തെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം വീണ്ടും നിഷേധത്തെ തന്നെ ആഗ്രഹിക്കുകയും അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തവരാണ്. അവർ മുസ്ലിമീങ്ങളോടൊപ്പം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ മാധുര്യം, ഇസ്ലാമിൻ്റെ സത്യസന്ധത ഇതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നത് അവർക്കാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മുസ്ലിമീങ്ങളെ കൂടെ താമസിച്ചിട്ടും ആ സത്യമായ മതത്തെ മാറ്റിവെച്ചുകൊണ്ട് നിഷേധത്തെ തന്നെ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവരാണ് അവരെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. അവർ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു, അവർ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അല്ലാഹു തആല അതൊന്നും അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതല്ല. അവരുടെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച സമ്പത്ത്, അവർക്ക് ലഭിച്ച സമാധാനം ഇതെല്ലാം ഇസ്ലാമും മുസ്ലിമീങ്ങളും കാരണം ലഭിച്ചതാണ്. മുസ്ലിമീങ്ങൾ വിജയിച്ച അവരുടെ ഗനീമത്ത് കൊണ്ടാണ് ഈ മുനാഫിക്കീങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഒപ്പം ജീവിക്കുന്നത് കൊണ്ടാണ് ഈ മുനാഫിക്കീങ്ങൾക്ക് സംരക്ഷണവും സമാധാനവും ലഭിക്കുന്നത്. ഇതെല്ലാം ലഭിച്ചിട്ടും വീണ്ടും നിഷേധത്തെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അവരുടെ കാര്യം വലിയ അത്ഭുതകരം തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അവസാനമായി അല്ലാഹു തആല പറഞ്ഞു, അവർ പശ്ചാത്തപിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അവർക്ക് പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തആലയ്ക്ക് പുറത്തു കൊടുക്കാൻ യാതൊരു മടിയുമില്ല. ഇനിയെങ്ങാനും അവർ പശ്ചാത്തപിക്കാൻ തയ്യാറാവാതെ ഈ വഞ്ചനയിലും ഈ മോശമായ പ്രവർത്തനങ്ങളിലും തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം വലിയ നഷ്ടത്തിലാണ്. അവർക്ക് ഇരുലോകത്തും പരാജയമുണ്ടാവുന്നതാണ്, ശിക്ഷയുണ്ടാവുന്നതാണ്.
അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവരെ ആർക്കും സംരക്ഷിക്കാൻ സാധിക്കുന്നതുമല്ല എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പല കാരണങ്ങളും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പല സംഭവങ്ങളെയും ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ മാത്രം ഇവിടെ പറയാം. ഈ ഒരു ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു സംഭവമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ മുനാഫിക്കീങ്ങളെ പറ്റി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ശക്തമായ ആക്ഷേപം അവരുടെ വിഷയത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ജല്ലാസ് എന്ന് പറയുന്ന മുനാഫിക്ക് അവരുടെ ഇടയിൽ പറയുകയുണ്ടായി, ഈ പറയുന്ന കാര്യമെല്ലാം സത്യമാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ കഴുതകൾ തന്നെയാണ്, നഷ്ടത്തിൽ തന്നെയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വാസ്തവമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് കേട്ടപ്പോൾ അമീർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, നിങ്ങൾ ഏറ്റവും വലിയ നാശത്തിൽ തന്നെയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ കഴുതകളും നാശത്തിലും തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് അമീർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ഈ ഒരു സംഭവം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം അറിയിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജല്ലാസിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെ നടന്നിട്ടുണ്ടോ? അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ നടന്നിട്ടില്ല എന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അമീർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെയും ജല്ലാസിനെയും 2 പേരെയും മിമ്പറക്കടക്കിൽ വിളിപ്പിക്കുകയും അവരോട് 2 പേരോടും സത്യം ചെയ്യാനായി പറയുകയും ചെയ്തു. ജല്ലാസ് ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്തു. അമീർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ സത്യം ചെയ്തു, ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് സത്യം ചെയ്തു. എന്നിട്ട് 2 കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാനാണ് സത്യസന്ധനെന്ന് നിനക്കറിയാം, അതുകൊണ്ട് സത്യത്തെ വഹിയിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും ഈ ഒരു ആയത്ത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുനാഫിക്കീങ്ങളുടെ കള്ള സത്യത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജല്ലാസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് തെറ്റാണ്, മുനാഫിക്ക് പറയുന്നതാണ് കള്ളമെന്ന് മനസ്സിലാവുകയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ ജല്ലാസ് എഴുന്നേറ്റ് നിൽക്കുകയും അള്ളാഹുവിൻ്റെ റസൂലെ തെറ്റുപറ്റിപ്പോയി, ഞാൻ തന്നെയാണ് തെറ്റുകാരൻ, ഞാനാണ് കളവ് പറഞ്ഞത്, ഈ ആയത്തിൽ അള്ളാഹു പശ്ചാത്തപിച്ചാൽ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിതാ അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തനം എന്നിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും അദ്ദേഹം പശ്ചാത്തപിച്ച് യഥാർത്ഥ വിശ്വാസിയായി തീരുകയും ചെയ്തു. ഇതാണ് ഈ ആയത്തിറങ്ങാനുണ്ടായ സംഭവമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു സംഭവം. ഈ ഒരു ആയത്തിറങ്ങാനുള്ള മറ്റൊരു സംഭവമായി പറയുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് പോരാട്ടത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ 12 കപട വിശ്വാസികൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഒളിച്ചിരുന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാര്യം അറിയിച്ചു കൊടുക്കുകയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിമാറി സഞ്ചരിച്ച് മദീനയിൽ എത്തുകയും ചെയ്തു. മുനാഫിക്കീങ്ങളുടെ ഈ ഒരു ഗൂഢാലോചനയെ അള്ളാഹു തആല പൊളിച്ചു കളയുകയുണ്ടായി. അതിനെ സംബന്ധിച്ചാണ് നാം ഓതിയ ആയത്തിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ പറ്റുന്നതല്ല എന്ന് അള്ളാഹു തആല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ ഒരു ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പല സംഭവങ്ങളും പണ്ഡിതന്മാർ വിശദീകരണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒന്നു തന്നെയാണ്. മുനാഫിക്കീങ്ങളുടെ ഈ മോശമായ ദുർഗുണങ്ങൾ അള്ളാഹു തആല വെളിവാക്കുകയാണ്. അതുപോലെ അവരുടെ മോശമായ ഗൂഢാലോചനകൾ ഒരിക്കലും അവർക്ക് നിറവേറ്റാൻ പറ്റുന്നതല്ല. അവരുടെ എല്ലാ രഹസ്യമായ ഗൂഢാലോചനകളെയും അല്ലാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ടെന്ന കാര്യം അല്ലാഹു തആല അറിയിക്കുകയും ചെയ്യുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ മുനാഫിക്കീങ്ങളുടെ ഈ മോശമായ ദുർഗുണങ്ങൾ ഒരിക്കലും വിശ്വാസികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.